ഹായ് സാം. 2 ദിവസം മുമ്പ് ഇന്ത്യ ഒരു ലേസർ ആയുധം പരീക്ഷണം നടത്തി. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ഡ്രോണുകളെ, ഹെലികോപ്റ്ററുകളെ, ചെറിയ വിമാനങ്ങളെ വരെ തകർക്കാൻ പറ്റുന്ന ഒരു ആയുധം. അപ്പോൾ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ലോകത്തിൽ തന്നെ റഷ്യ, അമേരിക്ക, ചൈന ഇവരുടെ കൈവശം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കയ്യിലും ഇത് വരാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വലിയൊരു രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് വരാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തെ ഒന്ന് വിശദീകരിക്കാമോ സാർ? തീർച്ചയായിട്ടും ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ ലേസർ ആയുധങ്ങൾ വരുന്നത്. അതായത് പിന്നെ ലേസർ രശ്മികൾ, അതുപോലെ തന്നെ മൈക്രോവേവ്, അതല്ലെങ്കിൽ തന്നെ മറ്റ് തരം സൗണ്ട് വേവ്, ഇതെല്ലാം ഉപയോഗിച്ച് ശത്രുവിൻ്റെ നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാനുള്ള, നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഡ്രോണുകളാവാം, ചെറിയ വിമാനങ്ങളാവാം, അതല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളാവാം, ഇവയൊക്കെ തന്നെ തകർത്ത് കളയാൻ ശേഷിയുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പൺ. അത് ആദ്യമായിട്ട് വിഭാവനം കാണുന്ന അമേരിക്കയാണ്. അത് ഇപ്പോഴൊന്നുമല്ല, അത് 1980-കളുടെ ഒരു മധ്യത്തോടു കൂടി റൊണാൾഡ് റീഗൻ US പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സ്റ്റാർ വാർസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു സ്വപ്ന പദ്ധതി ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. അപ്പോൾ അതിലെ ഒരു ഘടകമാണ് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ. ഈ കഴിഞ്ഞ ദിവസം വിജയകരമായി ഒരു ലേസർ വെപ്പൺ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ തകർത്ത് കളഞ്ഞതോടുകൂടി ഇന്ത്യ ഡയറക്റ്റഡ് എനർജി വെപ്പൺസിലെ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 30 കിലോവാട്ട് ശക്തിയുള്ള ഒരു ലേസർ യന്ത്രമാണ് ഈ പരീക്ഷണത്തിൽ നമ്മൾ ഉപയോഗിച്ചത്. ഇത് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ ഒരു ഡ്രോണിനെ തകർത്ത് കളയായിരുന്നു. ഇതിന്റെ മാക്സിമം റേഞ്ച് 5 കിലോമീറ്റർ ആണ്. ഇത്തരം ആയുധം കൈവശമുള്ള രാഷ്ട്രങ്ങൾ ലോകത്തിൽ അമേരിക്ക, റഷ്യ, പിന്നീട് ചൈന അവകാശപ്പെടുന്ന ചൈനയുടെ കൈവശം ഇതുണ്ടെന്നാണ്. അത് ഉണ്ടാവാം. അപ്പോൾ ഇത് വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ത്യക്ക്, വലിയൊരു മേൽക്കൈയാണ് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺസിൽ ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇനി വരാനിരിക്കുന്ന നാളുകൾ ഡയറക്റ്റഡ് എനർജി വെപ്പൺസിന്റെ ആയിരിക്കും. അതായത് ഒരു ശത്രു വിമാനം വരുമ്പോഴോ, അല്ലെങ്കിൽ ശത്രുവിന്റെ ഹെലികോപ്റ്റർ വരുമ്പോഴോ, മിസൈൽ വരുമ്പോഴോ, ഡ്രോൺ അറ്റാക്കുകൾ വരുമ്പോഴോ ഒക്കെ തന്നെ ഈ പലപ്പോഴും പരമ്പരാഗത ആന്റി മിസൈൽ സിസ്റ്റംസിന് പരിമിതികളുണ്ട്. പക്ഷെ ലേസർ വെപ്പൺ എന്ന് പറയുന്നത് അത്തരം പരിമിതികളൊന്നുമില്ല. അത് നമ്മുടെ പ്രഹരശേഷിയെ വർദ്ധിപ്പിക്കുകയും ശത്രുവിന്റെ ആയുധങ്ങളെ പരിപൂർണമായിട്ട് തകർത്ത് കളയുകയും ചെയ്യും. ഇത് 2 രീതിയിലാണ് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതായത് ചില ഡയറക്റ്റഡ് എനർജി വെപ്പൺ ഈ ശത്രുവിന്റെ ഡ്രോണുകളുടെയോ അല്ലെങ്കിൽ മിസൈലിന്റെയോ ഒക്കെ സെൻസറുകളെ, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ബാധിക്കുകയും അങ്ങനെ അവ വഴിതെറ്റി വേറൊരു സ്ഥലത്ത് പോയി വീഴുകയും ചെയ്യും, ലക്ഷ്യസ്ഥാനത്തെത്താതെ. പക്ഷെ മറ്റു കൂടുതൽ ശക്തിയുള്ള ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ ആണെങ്കിൽ അത് ഫിസിക്കൽ ഡാമേജ് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച ആയുധം, നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ DRDO പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പൊതുമേഖലയിലുള്ള ആയുധ നിർമ്മാണ അല്ലെങ്കിൽ റിസർച്ച് കമ്പനിയായിട്ടുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഈ ആയുധം വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ DRDO പുറത്തുവിട്ട വീഡിയോ പ്രകാരം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ ഈ ലേസർ ആയുധം ശരിക്കും പറഞ്ഞാൽ ശത്രുവിന്റെ അല്ലെങ്കിൽ ഈ ഡ്രോണിനെ ഫിസിക്കലായിട്ട് തന്നെ തകർത്ത് കളഞ്ഞു. ആകാശത്തിൽ വെച്ച് ഈ ഡ്രോണിന് തീ പിടിക്കുന്നതും അത് താഴെ വീണ് ചാരം മാത്രമായിട്ട് കിടക്കുന്നതും ആയിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതീവ ശക്തിയുള്ള ഒരു ലേസർ ആയുധമാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചതെന്ന് ഇതിനാൽ മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് വെറും ഒരു പരീക്ഷണമല്ല, ഇത് നിരവധി പരീക്ഷണങ്ങളുടെ അവസാനത്തെ പരീക്ഷണം, അതായത് യൂസർ ട്രയലിന്റെ ലാസ്റ്റ് എക്സ്പെരിമെന്റ് ആയിരുന്നു. ഈ പലപ്പോഴും ആയുധ നിർമ്മാണം നടത്തുന്ന കമ്പനികൾ പല തലത്തിലായിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പൊ കമ്പനി തന്നെ ആദ്യം നിരവധി പരീക്ഷണങ്ങൾ നടത്തും. അത് വിജയകരമായാൽ പിന്നീട് അത് സൈന്യത്തിന് സമർപ്പിക്കും. അപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും യൂസർ ട്രയൽ, കമ്പനിയുടെ പ്രതിനിധികളും സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നിട്ട് സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത് പരീക്ഷിക്കും. അങ്ങനെ നടത്തിയ യൂസർ ട്രയലാണ്. അതിന്റെ അർത്ഥം അധികം താമസിയാതെ, അതായത് മാസങ്ങൾക്കുള്ളിൽ തന്നെ
നമ്മളുടെ സൈന്യത്തിലേക്കും, അതായത് ഇന്ത്യൻ ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും അതുപോലെ നേവിക്കും ഈ ആയുധം ഇൻഡക്റ്റ് ചെയ്യുമെന്നാണ്. അതായത് അവരുടെ ആയുധങ്ങളുടെ ഭാഗമാക്കും. അങ്ങനെ വരുമ്പോൾ ഇത് ഉപയോഗത്തിന് വളരെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ യൂസർ ട്രയൽ അവസാനത്തെ പരീക്ഷണം, വിജയകരമായ പരീക്ഷണം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ വെച്ച് ഇന്ത്യ ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മാർച്ചിൽ പുറത്തു വന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വന്ന ചില വാർത്തകൾ പ്രകാരം ഇന്ത്യ 300 കിലോ വാട്ട് ശക്തിയുള്ള ഒരു ലേസർ ആയുധം പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ച DRDOയുടെ ചെയർമാൻ മിസ്റ്റർ സമീർ കമത്ത് പറഞ്ഞത് നമ്മുടെ അടുത്ത ലക്ഷ്യമാണ് ഈ 300 കിലോ വാട്ട് ലേസർ വെപ്പൺ എന്നാണ്. ഒരുപക്ഷെ ഈ ആയുധം ഇപ്പോൾ തന്നെ ഇന്ത്യ വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ചെങ്കിലും അത് പുറത്തുവിടാത്തതാകാം വിശദാംശങ്ങൾ. എന്തായാലും എനിക്ക് തോന്നുന്നത് അതിന്റെ യൂസർ ട്രയലുകളിലേക്കൊന്നും ആ ആയുധം എത്തിയിട്ടില്ല. അപ്പോൾ 300 കിലോ വാട്ട് ശേഷിയുള്ള ഈ ആയുധം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ചൈനയുടെയോ അമേരിക്കയുടെയോ റഷ്യയുടെയോ കൈവശമുള്ള ആയുധത്തിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളതാണ്. ഇപ്പോൾ ചൈന ഇൻഡക്റ്റ് ചെയ്തിരിക്കുന്ന ആയുധം എന്ന് അവർ അവകാശപ്പെടുന്നത് 50 കിലോ വാട്ട്, 30 തൊട്ട് 50 കിലോ വാട്ട് വരെ ശേഷിയുള്ള ഒരു ലേസർ ആയുധം എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. US അവകാശപ്പെടുന്നത് ഏതാണ്ട് 60 കിലോ വാട്ട് ശേഷിയുള്ള ലേസർ വെപ്പണാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഇന്ത്യ പറയുന്നത് 30 കിലോ വാട്ട് എന്നാണ്. ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ യൂസർ ട്രയൽ പൂർത്തിയാക്കിയ ഈ ആയുധത്തെക്കുറിച്ച് ഇന്ത്യ ഇന്നലെ അവകാശപ്പെട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ 300 കിലോ വാട്ടിന്റെ ലേസർ ആയുധം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇനി ആദ്യം ഞാൻ പറഞ്ഞ ഒരു നക്ഷത്ര യുദ്ധം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അതായത് ന്യൂക്ലിയർ ആയുധങ്ങളെ പോലും ഉപയോഗശൂന്യമാക്കുന്ന, എന്നാൽ ആ രീതിയിൽ ഒരു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാത്ത ആയുധങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ സ്വപ്നം കാണുന്നത്. നമുക്കറിയാം, ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ പിന്നെ നമ്മൾ ആ പ്രയോഗിക്കുന്ന രാജ്യത്തിനും ബുദ്ധിമുട്ടാവും, അത് വീഴുന്ന രാജ്യത്തിനും ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാനിലോ ചൈന ഇന്ത്യയിലോ തിരിച്ച് ഇന്ത്യ ചൈനയിലോ ഒക്കെ ഒരു ന്യൂക്ലിയർ ആറ്റം ബോംബ് പ്രയോഗിച്ചാൽ അതിൽ നിന്നുള്ള അണുവികരണങ്ങൾ, ആറ്റമിക് റേഡിയേഷൻ നമ്മളെയും ബാധിക്കും. തിരിച്ച് അവര് ഇന്ത്യയിൽ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ചൈന ഇന്ത്യയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ തീർച്ചയായിട്ടും ചൈനയും അത് ബാധിക്കും. പക്ഷേ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് യാതൊരുവിധ കൊലാട്രൽ ഡാമേജസും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അത് കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ മാത്രം നമ്മൾ തകർക്കുകയും അപ്പോൾ വിജയിക്ക് യഥാർത്ഥത്തിൽ ആ വിജയം ആസ്വദിക്കാൻ പറ്റും. ന്യൂക്ലിയർ ആയുധം ഉപയോഗിച്ചൊരു രാഷ്ട്രം യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ വിജയിയും പരാജിതനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എല്ലാവർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ലേസർ ആയുധങ്ങൾ അങ്ങനെയല്ല. ഈ ലേസർ മാത്രമല്ല ഈ ഡയറക്റ്റഡ് എനർജി വെപ്പണിലുള്ളത്, മൈക്രോവേവ്, അതുപോലെ സൗണ്ട് പൾസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള ഊർജങ്ങൾ, അതായത് ഊർജം കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കുക. നമ്മൾക്കൊക്കെ വളരെ ലളിതമായ ചില പരീക്ഷണങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നടത്തുമായിരുന്നു. അതായത് ഒരു ലെൻസ് നമ്മൾ ഉപയോഗിച്ച് കുറച്ച് പഞ്ഞി വെച്ച് നമ്മൾ വെയിലത്ത് വെച്ച് ആ ലെൻസ് കാണിച്ചാൽ കുറെ നേരം ആ ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശം കേന്ദ്രീകൃതമായി ആ പഞ്ഞിയിൽ പതിച്ചിട്ട് ആ പഞ്ഞി കത്തുന്നതൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതുപോലെ ഏതാണ്ട് അതേ തത്വം ഇത് വളരെ കേന്ദ്രീകൃതമായിട്ട് ഊർജം, ഇവിടെ സൂര്യന്റെ ഊർജമൊന്നുമല്ല, അത് ആ ഊർജം, ആ പ്രകാശം അല്ലെങ്കിൽ ലേസർ അല്ലെങ്കിൽ മൈക്രോവേവ്, ഇത് മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെടുകയും ആ ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ഊർജപ്രവാഹം നമ്മുടെ ഒരു ലക്ഷ്യത്തെ തകർത്ത് കളയുകയും ചെയ്യും. അങ്ങനെയുള്ള അതീവ മാരകമായ ആയുധങ്ങളാണ് ഈ സ്റ്റാർ വാർ ആയുധങ്ങൾ. എന്തായാലും ശരി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. കാരണം ഇത് കരയിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇത് കപ്പലുകളിലും ഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ വിമാനവാഹിനി പോലുള്ള കപ്പലുകൾക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവയ്ക്ക് നേരെ വരുന്ന ക്യാരിയർ കില്ലർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മിസൈലുകളാണ്. അപ്പോൾ അത്തരം മിസൈലുകളെയും ഈ പറയുന്ന 300 കിലോ വാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ലേസർ ആയുധം തയ്യാറാകുമ്പോഴേക്കും ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് സുരക്ഷിതമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പട്രോളിംഗ് നടത്താനും അതുപോലെ തന്നെ
നമുക്ക് നേരെ വരുന്ന ഡ്രോണുകളെ അല്ലെങ്കിൽ സ്വാം ഡ്രോൺസ് ആവട്ടെ, ഏത് തരത്തിലുള്ള ഡ്രോൺ ആക്രമണമാവട്ടെ, അതിനെ നേരിടാൻ നമുക്ക് പറ്റും. മാത്രവുമല്ല, ടാങ്കുകളിലും ഇത് ഘടിപ്പിച്ച് ഇന്ത്യയുടെ ടാങ്കുകൾ ഉൾപ്പെടെയുള്ളവ ഈ ഡ്രോണുകളെ നേരിടാൻ സജ്ജമായിട്ട് ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ യുദ്ധത്തിന് തയ്യാറാവുക. എന്തായാലും ശരി, ഈ നേട്ടം ചരിത്രപരമായ ഒരു നേട്ടമാണ്. ഇതിന് തീർച്ചയായിട്ടും DRDO അഭിനന്ദനം അർഹിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പുണ്ടാക്കും. ഇസ്രയേൽ പോലും ഇതുവരെ പൂർണ്ണ തോതിലുള്ള ഒരു ലേസർ വെപ്പൺ വികസിപ്പിച്ചിട്ടില്ല. അവരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണാം. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.